കരിങ്കൽ ശില്പങ്ങൾ കൊണ്ടൊരു സ്മാരക മ്യൂസിയം. കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിലാണ് പ്രശസ്ത ചിത്രകാരൻ എ രാമചന്ദ്രന്റെ സ്മാരക മ്യൂസിയത്തിനു വേണ്ടി കരിങ്കൽ ശില്പങ്ങൾ ഒരുങ്ങിയത്. അഞ്ച് ശില്പങ്ങൾ, 25 ദിവസം നീണ്ട ശില്പനിർമ്മാണം. കേരള ലളിതകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ വിസ്പേഴ്സ് ഓഫ് എർത്ത് എന്ന പേരിലായിരുന്നു ഈ ശില്പനിർമ്മാണ ക്യാമ്പ്. VK രാജൻ, രാജശേഖരൻ നായർ, MK ജോൺസൺ, PH ഹോച്ചിമിൻ, EG ചിത്ര എന്നിവരാണ് ശില്പങ്ങൾ നിർമ്മിച്ചത്. ശില്പത്തിന് ആദ്യമായിട്ട് ഇങ്ങനെ കല്ല് കണ്ടു, നമ്മളതിൻ്റെ ഡ്രോയിങ് ഏകദേശം രൂപപ്പെടുത്തി. പിന്നെ അതിൽ ഹെവി പീസസ് മുഴുവൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഇതുപോലുള്ള രൂപത്തിലെത്തുന്നത്. അവസാനമാണ് അതിൻ്റെ പോളിഷിംഗ് എന്നുള്ള രീതി വരുന്നത്. ഇപ്പോൾ കല്ലുകൾ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് സ്മൂത്താക്കി എടുക്കുന്നത്. അതിനുശേഷം അത് പോളിഷ് ചെയ്യും. ഏറെ ശ്രമകരമായ ദൗത്യം ഏറ്റെടുത്തവരിൽ ചിത്രയുടെ കരവിരുതും വേറിട്ടു നിന്നു. പരോപകാര ജീവിതങ്ങൾ എന്ന പേരിൽ ശില്പമൊരുക്കിയ ചിത്ര 5 പേരിലെ ഏക വനിതയാണ്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ബാച്ചായിരുന്നു ആദ്യമായിട്ട് പെൺകുട്ടികൾ വരുന്ന ബാച്ച് ശില്പകലയിൽ. പിന്നീട് അത് കഴിഞ്ഞിട്ടിപ്പോൾ ഇഷ്ടംപോലെ പെൺകുട്ടികൾ പഠിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം അതിനുള്ളൊരു എന്താ പറയുക, പഠനം കഴിഞ്ഞിട്ട് അവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു സാഹചര്യം എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ കുറവാണ്. അപ്പോൾ അത് ഉണ്ടായി വരികയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഒരുപാട് പേരുണ്ട് പ്രാക്ടീസ് ചെയ്തും ഒക്കെ നിൽക്കാൻ താല്പര്യമുള്ള ഒരുപാട് പെൺകുട്ടികളിപ്പോൾ ഉണ്ട്. ഉള്ളിലെ ആശയങ്ങൾക്കനുസരിച്ച് കല്ലിനെ ക്യാൻവാസ് ആക്കിയപ്പോൾ കലയുടെ കയ്യൊപ്പായി ഓരോ ശില്പങ്ങളും. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിലെ പ്രവേശന കവാടത്തിന് സമീപത്തായാണ് ശില്പങ്ങൾ സ്ഥാപിച്ചത്. അമൃത ന്യൂസ്, കൊല്ലം.